ആദ്യമായിട്ട് പാരൻസ് പറയാണ് കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, ഉം. വാശി പിടിക്കും, അതേപോലെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കും. ഉം. ഉം. അങ്ങനെയുള്ള കൺസേൺ ആണ് കൂടുതൽ പാരൻസ് പറഞ്ഞേക്കെ. On the other hand, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടി ഉറക്കെ പറയുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ദ ചൈൽഡ് ഫീൽസ് ദറ്റ് ഹീസ് നോട്ട് ഹേർഡ്. അവരൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ അത് എടുക്കുന്നില്ല എന്നൊരു തോട്ട് എവിടെയോ ഉള്ളത് കൊണ്ടാണ് ഈ ട്രൈങ് ടു എക്സ്പ്രസ് ഇറ്റ്, ഒരു ഭയങ്കര സംഭവമായിട്ട് പറയാൻ നോക്കുന്നത്. ഇന്ന് ആൾക്കാർ പറയാ ഞാൻ എത്ര അന്നേരം ഫോഴ്സ് ചെയ്ത് ചോദിച്ചാലും അവൻ എന്താ അതന്നെ. സോറി പറയത്തില്ല, അവൻ അല്ല ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയാ. അപ്പൊ ഞാൻ പൊതുവെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയുന്ന ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കുട്ടിയുടെ അടുത്ത് ആ സമയത്ത് ചോദിക്കാതിരിക്കുക. കുറച്ച് പാരൻസ് അവർ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ആൻസർ മറിയത്തിനെ കൊണ്ട് പറയിപ്പിക്കാനാണ്. ഇത് നബാൻ, ഇത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റർ ആണ് ക്രിങ്കിൽ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് അത്യാവശ്യമായിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? അതെ. അപ്പം ആദ്യമായിട്ട് പാരൻസ് പറയാണ് കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, വാശി പിടിക്കും, അതേപോലെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കും. അങ്ങനെയുള്ള കൺസേൺ ആണ് കൂടുതൽ പാരൻസ് പറഞ്ഞേക്കെ. അതെങ്ങനെയാ പാരൻസ് റിയാക്ട് ചെയ്യുന്നത്? ഇത് കുറെ പേര് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ചെറിയ കാര്യം, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ കുട്ടി ഉറക്കെ കരഞ്ഞിട്ടായിരിക്കും അത് ചോദിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് ഈ കരച്ചിൽ മാറ്റാനായിട്ട് ഇവരൊന്നിയിൽ ഇഗ്നോർ ചെയ്യും. ഇഗ്നോർ ചെയ്യുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവരൊന്നും റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് അത് നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടി ഉറക്കെ പറയുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ദ ചൈൽഡ് ഫീൽസ് ദറ്റ് ഹീസ് നോട്ട് ഹേർഡ്. അവരൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ അത് എടുക്കുന്നില്ല എന്നൊരു തോട്ട് എവിടെയോ ഉള്ളത് കൊണ്ടാണ് ഈ ട്രൈങ് ടു എക്സ്പ്രസ് ഇറ്റ്, ഒരു ഭയങ്കര സംഭവമായിട്ട് പറയാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ അതിന് വീണ്ടും ആഡ് ഓൺ ചെയ്യുന്ന കാര്യമാണ്. ഇഗ്നോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് ഇതിനെ ഈ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ പറയണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു ആവശ്യം വീണ്ടും സില്ലിയാക്കാണ് നമ്മൾ. അപ്പോൾ വീണ്ടും ആ ബിഹേവിയർ കൂടുക ചെയ്യുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിച്ച് ചെയ്യുന്ന കാര്യം പോലും അവിടെ നെഗറ്റീവായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ വി ഹാവ് ടു ഗിവ് അറ്റൻഷൻ. ഒരു ഉറക്കെ പറയുമ്പോൾ തന്നെ, അതായത് ആൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്ലൈ ചെയ്യുക, ആളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളത് സീരിയസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. അത് അങ്ങനെ ഒരു പോസിറ്റീവ് അറ്റൻഷൻ കൊടുത്ത് തുടങ്ങുമ്പോൾ ഇത് ആക്ച്വലി റെഡ്യൂസ് ആവും. ആൻഡ് ഓൺ മേ ബി ഒന്നോ രണ്ടോ തവണ നമ്മൾ അങ്ങനെ അഡ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം ഉറക്കെ പറയണ്ട കേട്ടോ, പതുക്കെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും. അപ്പോഴാണെങ്കിൽ അവരത് കേൾക്കുകയും ചെയ്യും. അതെ, അവർക്ക് മനസ്സിലാവും നമ്മളുണ്ട്, നമ്മൾ ആൻസർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. പിന്നെ പാരന്റ്സ് ചോദിക്കുന്നത് കുട്ടികൾ എപ്പോഴും കള്ളം പറയും, അതിനെങ്ങനെയാ പാരന്റ്സ് റിയാക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ ഒരു കൺസേണുമായിട്ട് വരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ഫസ്റ്റ് ചോദിക്കുക, കള്ളം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഫസ്റ്റ് ചോദിക്കുക. അപ്പോൾ ഒന്ന് ആൾക്കാർ പറയുക ഞാൻ എത്ര അന്നേരം ഫോഴ്സ് ചെയ്ത് ചോദിച്ചാലും അവൻ എന്താ സോറി പറയത്തില്ല, അവൻ അല്ല ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ഞാൻ പൊതുവെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയുന്ന ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കുട്ടിയുടെ അടുത്ത് ആ സമയത്ത് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര എവിഡന്റ് ആണ് കളവ് പറഞ്ഞു എന്നുള്ളത്. ഇതിപ്പോ നീ ആണോ ചെയ്തത് എന്നെടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ആൾക്ക് കളവ് പറയാൻ വീണ്ടും ഒരു ചാൻസ് നമ്മൾ കൊടുക്കുക, അയ്യോ ഞാനല്ല എന്നുള്ള രീതിയിൽ പേടിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത്, ഇതിങ്ങനല്ലല്ലോ നടന്നത്, നീ പറഞ്ഞ രീതിയിലല്ല എന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുക. അവിടെയും നീ കള്ളം പറയുകയാണ്, നീ എപ്പോഴും കള്ളം പറയുന്ന ആളാണ് എന്നൊക്കെയുള്ള ടാഗ്സ്, കള്ളം പറയുന്നവൻ എന്നുള്ളൊരു ടാഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെയാണ്, ഓൾവേസ് എന്നുള്ള ടാഗും അവിടെ അവോയ്ഡ് ചെയ്യുക. ഇത് ഇങ്ങനെയല്ല സംഭവം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് യു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. കള്ളം പറയുന്നത് ആ ഒരു ദേഷ്യത്തിൽ കുട്ടികളെ അടിക്കുക അല്ലെങ്കിൽ റെബല്യസ് ആയിട്ട് പെരുമാറുന്നത്. ഓഫ് കോഴ്സ് അത് ആ ബിഹേവിയർ കൂട്ടത്തേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കളവ് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഫേസ് ആണ്. ഇപ്പോൾ ബുദ്ധിയുള്ളൊരു കുട്ടിയാണല്ലോ ചിന്തിക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ എസ്കേപ്പ് ആവാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നതിന്റെ പാർട്ടായിട്ടാണ് ഞാനിത് തിരിച്ചു പറയാം. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളെ ഇറ്റ് ഇസ് എൻ എക്സ്പെരിമെന്റ് ദാറ്റ് ദേ ഡു. ഇത് ഞാൻ തിരിച്ചു പറഞ്ഞാൽ മറ്റേ ആളെ റെക്കഗ്നൈസ് ചെയ്യുമോ, ഇത് മനസ്സിലാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അവരുടെ ഒരു ഫസ്റ്റ് ഈ കളവ് എന്ന് പറയുന്നത്. പിന്നെ അത് മനസ്സിലായി കഴിയുന്നതോട് അതൊരു ലേൺഡ് ബിഹേവിയർ ആവുന്നു. അപ്പം നമ്മൾ ഓൾറെഡി അറിയുന്ന രീതിയിൽ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുക, ഇങ്ങനല്ല നടന്നത്, ഒന്നിൽ നമുക്ക് പറയാം വെൻ യു ആർ കംഫർട്ടബിൾ യു കം ആൻഡ് ടെൽ മീ എന്നുള്ള രീതിയിൽ പറയാം. ഇനി അതല്ല അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അടുത്ത് എന്താണ് ഒരു കോമ്പൻസേഷൻ ആയിട്ട് വേണ്ടത് അതിലേക്ക് മൂവ് ഹെഡ് ചെയ്യാം. അപ്പോൾ കുട്ടികൾ കളവ് പറയുമ്പം മക്കളെ എന്താ പറയാ തുര അടിക്കുന്നൊരു പാരന്റ് നിങ്ങളാണെങ്കിൽ ഇതാണ് അതിനുള്ള ടിപ്പ്. കാര്യം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർ വീണ്ടും അടുത്താണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ കള്ളം പറയാം, പിടിക്കാതെ എങ്ങനെ പറയാന്നുള്ളതായിരിക്കും നോക്കാം. പിന്നെ കൂടുതൽ പാരന്റ്സും പറയുന്ന ഒരു കൺസേൺ ആണ്
കുട്ടി മിസ്റ്റേക്ക് ചെയ്തിട്ട് അത് സിബ്ലിങ്സിന്റെ തലയിലിടാം, അല്ലെ മൂത്ത ചേട്ടനാണ് ചെയ്തത്, അല്ലെങ്കിൽ അനിയത്തിയാണ് ചെയ്തത്, ഞാനല്ലാന്ന് പറഞ്ഞ് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു കൺസേൺ ആണ് പാരന്റ്സ് പറയാറുള്ളത്. അപ്പൊ അതിന് പൊതുവെ അതെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ പല പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ അത് നമ്മൾ നമ്മുടെ എൻഡിൽ നിന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കുട്ടി മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരിക അത് അക്സെപ്റ്റ് ചെയ്താൽ ആ മോനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു എൻവയൺമെന്റ് ആൾക്കില്ല എന്നുള്ളൊരു ബിലീഫാണ് ആ മോനെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. എൻ്റെതായ പ്രശ്നം വേറൊരാളുടെ തലയിൽ ഇടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആളുടെ മിസ്റ്റേക്സിനെ നമ്മൾ ലൈറ്റ് ആയിട്ട് എടുക്കാനാണ്. ഒരു തെറ്റ് പറ്റിയ കുഴപ്പമില്ലടാ അത് സാരമില്ല നമ്മളാണ് ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് കുട്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിപ്പോ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ശരിയാക്കാം, ആ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതുപോലെ അവരോട് നമുക്ക് പണ്ട് നടന്ന നമുക്ക് പറ്റിപ്പോയ മിസ്റ്റേക്സ് ഒക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് പറ്റണം. ആ ഒരു സ്പേസ് കുട്ടിയെ കൊടുക്കണം. അപ്പോഴായിരിക്കും അവരുടെ ഒരു മിസ്റ്റേക്ക് അതെ. അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരിക. അടുത്തതായിട്ട് പാരന്റ്സ് പറയും കുട്ടിക്ക് വിഷം വരുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴോ പാരന്റ്സിനെ അടിക്കും എന്ന് പറയും. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക? അവരുടെ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഈ പേരന്റിനെ അടിച്ചിട്ടാണ് അടിച്ചിട്ട് ചെയ്യുന്നത് അല്ല. അപ്പൊ ഇതിപ്പം മദറുമായിട്ടാണ് ഭയങ്കര കോൺസ്റ്റന്റ്ലി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഫാമിലി ഡൈനാമിക്സ് ഒന്ന് നോക്കേണ്ടി വരും. മദറിനെ ബാക്കിയുള്ളവർ അടിക്കുന്നത് കുട്ടി കാണുന്നുണ്ടോ എന്നുള്ള രീതിയിലൊന്ന് അത് നോക്കേണ്ടി വരും. അടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവോയ്ഡ് ചെയ്യാൻ വേണം. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിലും കുട്ടി ഇങ്ങനെ ചെയ്യും. അവർക്കൊരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ അറിയാത്തതിന്റെ ഭാഗമായിട്ട് അന്നേരം വരുന്നതാണ്. അപ്പൊ ഇതൊരു സ്റ്റാർട്ടിങ് ഓഫ് എ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് നമ്മൾ അറിയാത്ത മാതിരി ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ തീരും. പക്ഷെ നമ്മൾ അതിന് ഓവർ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുക ചെയ്യാം. രണ്ട് രീതിയിൽ ആൾക്കാർ അറ്റൻഷൻ കൊടുക്കും. ഒന്ന് ഇതുപോലെ ഭയങ്കര സംഭവമാക്കി ഒരു അറ്റൻഷൻ കൊടുക്കും. രണ്ട് ചില പേരൻസ് കരഞ്ഞു കാണിക്കും കുട്ടി അടിക്കുമ്പോൾ. അപ്പൊ കൂടുതൽ അടിക്കും. ചിലപ്പോൾ ഇവരൊരു തമാശയാക്കും. ഇപ്പൊ മദർ മാത്രമല്ല, ചിലപ്പോൾ ഫാമിലിയിൽ ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കുട്ടി അടിക്കുന്ന ഒരു വലിയ സംഭവമാക്കി തമാശയാക്കിയും കാണിക്കും. അല്ലെങ്കിൽ ഒരു ഭയങ്കര ചീത്ത കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര അറ്റൻഷൻ കിട്ടും. അപ്പൊ അത് നാച്ചുറലി അറ്റൻഷൻ സീക്കിങ് ആയതുകൊണ്ട് തന്നെ കുട്ടി അത് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുകയാണ് വീണ്ടും ചെയ്യുക. ഇനി അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒരു ഓവർ അറ്റൻഷൻ അതിന് കിട്ടുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നമ്മൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത മാതിരി ഒരു ഫസ്റ്റ് സ്റ്റേജിൽ അതിനെ കാണുക എന്നുള്ളതാണ്. എന്നാൽ ഇഫ് ദിസ് ഇസ് റിപ്പീറ്റിംഗ് ദ സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ആരാണോ ഇപ്പൊ പൊതുവെ അത് അമ്മമാരെ അടിക്കുന്നതായിട്ടാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പൊ ആരാണെങ്കിലും അവർ അവിടെ നിന്ന് എണീറ്റ് ആ റൂം ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ദാറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് എന്താ നമുക്ക് ആ ബിഹേവിയർ ഇഷ്ടമായിട്ടില്ല. എന്നാൽ കുട്ടി ഓടി നമ്മളെ അടുത്ത് വരികയാണ്, കരഞ്ഞുകൊണ്ട് എടുക്കാൻ വരികയാണ്, നമ്മൾ എടുക്കും. കാര്യം നമ്മളൊരു നോ കാണിക്കുന്നത് കുട്ടിയോടല്ല, പക്ഷെ കുട്ടിയുടെ ആ ഒരു ബിഹേവിയറിനോടാണ്. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് എന്നിട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റേൺ ആയിട്ട് തന്നെ അതിനൊരു നോ പറയേണ്ടതാണ്. ഒരിക്കലും പേരൻസിനെ അടിക്കുന്നത് നമ്മൾ ചെറുതിലെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. അതാണ് പിന്നെ വലുതാവുമ്പം ഇതിലേറെ പ്രശ്നമായിട്ടും ഇനി ബാക്കിയുള്ളവരുടെ ചുറ്റുമൊക്കെ അടിക്കാനായിട്ട് വരുന്നത്. പക്ഷെ ഓൺ ദ ഫസ്റ്റ് പ്ലേസ് നമ്മൾ ഇതാണ്, കുട്ടി മനഃപൂർവ്വം നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല അത് തുടങ്ങുന്നത്. ആളുടെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിന്റെ ഭാഗമായിട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ ആ ഒരു എമ്പത്തി നമുക്ക് ഡെഫിനറ്റ്ലി കുട്ടീൻ്റെ അടുത്ത് വേണം. ആ ബിഹേവിയറിനെ നമ്മൾ എത്രത്തോളം ഹേറ്റ് ചെയ്യുന്നു അവിടെ നിന്നിട്ട് മാറുക. പക്ഷെ എന്നാൽ അതേ സമയത്ത് കുട്ടിയോട് എമ്പത്തറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ പറയുന്നത് എന്താ വെച്ചാല് കുട്ടി ഭയങ്കര ഡിസ്റെസ്പെക്ട് കാണിക്കുന്നു. പറഞ്ഞ ഒരു നമ്മൾ പറയില്ല, ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി, അത് അങ്ങനെ തന്നെയാ പറയാ പാരന്റ്സ്. ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ വിടും. ആ ഒരു സില്ലി ആയിട്ട് എടുക്കും. നമ്മൾ പറയുന്നതിനോടൊരു റെസ്പെക്ട്നെസ് ഇല്ല, പറയുന്നതിനൊരു സീരിയസ്നെസ് ഇല്ല എന്നൊക്കെ പാരന്റ്സ് പറയും. വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി സിറ്റുവേഷനിലേക്ക് നമ്മൾ വീണ്ടും വരണം എന്ന് തോന്നുന്നു. പലയിടത്തും ഇപ്പൊ ജോയിന്റ് ഫാമിലിയില് ഫാദറിനും മദറിനും ചിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവില്ല. അവർ പറയുന്നതിന് തീരെ വാല്യൂ ചെയ്യാതായിരിക്കും ബാക്കിയുള്ളവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതൊക്കെ കുട്ടിയിലും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വരുന്നതുണ്ട്. പിന്നെ രണ്ട് ഇതുപോലെ ഫാദറും മദറും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഒരു റെസ്പെക്ട് കൊടുക്കുന്നത്, ഒരാൾ പറയുന്നതിന് എത്രത്തോളം വാല്യൂബിൾ ആയിട്ടാണ് മറ്റേയാൾ എടുക്കുന്നത്, അതും ആക്ച്വലി കുട്ടി അറിയാതെ കുട്ടിയുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന കാര്യമാണല്ലോ. ഫാദർ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം എന്നുള്ളതിന് ദാറ്റ് ഇസ് എ ലേണിംഗ്, വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ലേണിംഗ് ആണ്. പിന്നെ മൂന്നാമെന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നോ പറഞ്ഞ് 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 അങ്ങ് ഓവറാക്കിയിട്ട് കുട്ടികൾ കംപ്ലീറ്റ്ലി പിന്നെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുക നോ എന്നുള്ളതിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. ചിലപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരു കാര്യം മാത്രം എടുത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ടാവും.
നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു 10-20 കാര്യങ്ങളുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിന് മാത്രം ഒരു ബൗണ്ടറി കൊണ്ടുവരുമ്പോൾ ശരിക്കും കുട്ടിക്ക് ആ ഒരു ബൗണ്ടറിനോട് വീണ്ടും വാല്യൂ ഉണ്ടായിരിക്കും. ഉം. അപ്പം അങ്ങനെ ബൗണ്ടറീസും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് 1 by 1 അച്ചീവ് ചെയ്യുക. എല്ലാം കൂടെ നമ്മളിങ്ങനെ അവരുടെ മേലിൽ ഡംപ് ചെയ്ത് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, എല്ലാത്തിനും കുറ്റമാകുമ്പോഴത്തേക്കും പിന്നെ കംപ്ലീറ്റ്ലി ഇതുപോലെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയും. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഫ്യൂ കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു അതെ ആൾക്കാരുടെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവരിങ്ങനെ പാരൻസ് ജോയിന്റ് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം വേറൊരു വീഡിയോ കാണാം.